ഗോപം ഗുണ്ട എന്ന് പറയുന്ന സാധനമില്ലേ, ആര് ഗോപം ഗുണ്ട ഗോതമ്പുണ്ട എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തോട്ടത്തിൽ തുമ്മി, നീ തോട്ടത്തിൽ തുമ്മിയാലും പറമ്പിൽ മുള്ളിയാലും എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന കൗണ്ടറില്ലേ, ഇതിങ്ങനെ ലാസ്റ്റ് ബമ്പർ അടിക്കുകയല്ല അതിനകത്ത്, ഞങ്ങൾ ചിരിച്ചിരിച്ചിരുന്നുണ്ട്, ഞങ്ങളുടെ ബമ്പർ പൊട്ടി എന്നുള്ള പരിപാടിയാണ്. എന്ത് രസമായിട്ടാണ് പോകുന്നതെന്ന് അറിയോ. അത് ലാസ്റ്റ് വരെ ഈ ടൈമിംഗ് എന്ന് പറയുന്നത് എങ്ങനെ കീപ്പ് ചെയ്യുന്നത്, അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ലൈവ് സാധനം നമ്മള് റിഹേഴ്സൽ അതുപോലെ ചെയ്തിട്ടാ, അത്രയ്ക്ക് തറവായിട്ട് ചെയ്തു. അതെ അതെ അതെ. ആ സ്കിറ്റിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അങ്ങനെയാണ്, ഞങ്ങൾക്ക് റിഹേഴ്സൽ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടിയെന്നുള്ളത്, അതുകൊണ്ട് പക്കയായിട്ട് ചെയ്തു. പക്ഷെ എന്മാതിരി ടൈമിങ് ടൈമിങ് നമ്മളതുപോലെ നോക്കും. അത് തന്നെയല്ല, കോമ്പിനേഷൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റേജിൽ ഇപ്പം ഷാജാൻ എന്നെ ഒന്ന് നോക്കിയാൽ എനിക്കറിയാം എന്തോ അവിടെ പറയാനുണ്ട്, അപ്പം ഞാൻ ബ്രേക്ക് ചെയ്ത് കൊടുക്കും. ഇല്ലാത്ത സാധനമാണെങ്കിൽ അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടത്തെ അറിയാം, ഒരു ഇംപ്രവൈസേഷൻ. അതെ അതെ. അഥവാ എൻ്റെ ഒന്നും എല്ലാം പോവുകയാണെങ്കിൽ അത് തിരിച്ചിട്ട് പിടിച്ച് അങ്ങനെ കയറി പോകാനും പറ്റും. പോകെ വന്നിട്ട് അവസാനം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ മാർക്കിൽ വന്നെന്നാൽ ശരിയാവും പറയില്ലേ, അവസാനം മറ്റവൻ മാർക്ക് തരുമ്പോഴത്തേക്ക് പിടിച്ചോണ്ട് വെച്ചു ഇവിടെയാണെങ്കിൽ ശരിയാവും എന്ന് പറയുന്ന സാധനം. നമുക്ക് ഗ്രൂം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, വിഷ്ണുഗോപാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ കണക്ക് കറക്റ്റ് ആക്കി ഇടിച്ചിട്ടാണ് പുള്ളി പോയത്. ഓ, അത് അടിപൊളി. അത് നമ്മളെന്ന് വെച്ചാൽ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഈ ലൈറ്റ് നോക്കുമല്ലോ, ലൈറ്റ് നോക്കി നമ്മൾ സ്പോട്ട് ചെയ്ത് വെക്കും. എനിക്ക് അതാ ഓർമ്മ വന്നത്. അതിനെ വരെ ഒബ്സർവ് ചെയ്തിട്ട് ഈ സാധനത്തിൽ സ്കിറ്റിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടി. നമ്മളൊരു ഇതിലാ ചെയ്ത് ഇത് എങ്ങനെ പോകുമെന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ആ പ്ലേ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്കൊരു ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുഗോപാൽ പുള്ളിയുടെ ചേർന്ന് നമ്മൾ ഈ സ്കിറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. പുള്ളിയാണ് പറഞ്ഞത് ഈ സാധനം ചെയ്യണം. അപ്പം വേറെ ആരോ അത് പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു മുമ്പ് വേറെ സ്കിറ്റിന്, പക്ഷെ അത് വർക്കൗട്ടായില്ല. അപ്പം പറഞ്ഞ് ഷാജൻ ഇത് പറ്റും, ചെയ്ത് നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൊണ്ടിരുന്ന് അങ്ങനെയാണ് ഈ ഗോപം കൊണ്ട് ഉണ്ടായി വരുന്നത്. ശരിക്കും ഇങ്ങനെ പേപ്പർ ഇട്ടിട്ട് ഒട്ടിക്കുന്നതേ എക്സലൻസ് സാധനമാണ്. അതെ, അത് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന കൗണ്ടർ അവിടുത്തല്ല തുടങ്ങുന്നത്. ഗോതമ്പുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ നമ്മുടെ. പിന്നെ അതെങ്ങോട്ട് നീങ്ങുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ഷെഡ്യൂൾ അല്ലേ, ഒരു ഷെഡ്യൂൾ അതിലിരുന്നിട്ട് വർക്ക് ചെയ്തു. അത് കുറച്ച് ദൂരം പോയി, പോയിട്ട് അതങ്ങോട്ട് അനങ്ങുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ വിഷമത്തോടെ പറഞ്ഞു നമുക്ക് ഈ ഇപ്പം ചെയ്യണ്ട, അടുത്ത ഷെഡ്യൂൾ ചെയ്യാം. പക്ഷെ അങ്ങനെ അത്രയും ടൈം കിട്ടിയോണ്ട് നമുക്ക് ധാരാളം സാധനങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം അതിനകത്തൊരു പ്രധാന ഘടകമാണ്. അതിന്റെ അടയാളപ്പെടുത്തലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ അടുത്തിടെയാണ് കിട്ടിയത്. നമ്മുടെ വിഖ്യാതനായ നാടകൃത്തുണ്ട് ഫ്രാൻസിസ് ടി മാവേലിക്കർ, പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അത് ഭയങ്കര ക്ലാസ് സാധനമാണല്ലോ, അതെങ്ങനെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് എടുത്തുന്നുള്ളതാണ്. കാരണം അതിന്റെ ചില എലമെന്റ്സ് ഒക്കെ നമ്മൾ സാധാരണ കോമഡിയിൽ കൈകാര്യം ചെയ്യാത്ത സാധനങ്ങളാണ്. അതെ. അപ്പൊ പുള്ളി എന്നിട്ട് എന്താ പറഞ്ഞു, എന്തായാലും ഒരു ബ്രില്യൻറ്റ് ചെയ്വനെയായിരുന്നു ആ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിനെ പോലെ ആളുടെ നിന്നൊക്കെ അവരൊക്കെ അത് ശ്രദ്ധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു ചുമ്മാ തള്ളിവിടും എന്നൊരു മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ സ്റ്റാൻഡേർഡ് ആൾക്കാർ അത് കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനബോധം. ഞാൻ എവിടെ പോയാലും പേടിക്കും. അത്ര പേടിയാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് അസാധ്യമായിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്കിറ്റാണ്. മഞ്ജു ചേച്ചി ഉണ്ടല്ലോ, മഞ്ജു ചേച്ചി എണീറ്റിട്ട് എനിക്ക് തോന്നുന്നു വയറുവേദനയൊക്കെ എടുത്തു. അതെ അതെ അതെ, വയറുവേദന എടുത്തിട്ട് നമ്മള് സാബുവിനെ ശരിക്കും മാന്തുമൊക്കെ ചെയ്യും. ചേച്ചി അങ്ങനെയാണ് അടിക്കുകയൊക്കെ ചെയ്യും. ഈ സാധനം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് കാണുന്നത്. നമ്മളവിടെ പെർഫോം ചെയ്യുമ്പോൾ പിന്നെ ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും നോക്കത്തില്ല. പക്ഷെ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതുപോലെ നസീറേട്ടനൊക്കെ ചിരിക്കാൻ പാടാണ്, പക്ഷെ ചിരിച്ചു കഴിഞ്ഞുണ്ടല്ലോ അടിപൊളി ബമ്പർ ചിരിയായിരിക്കും. ഭയങ്കര രസമുള്ള പരിപാടി. ഈ റെസ്പോൺസ് ആ സമയത്ത് നിങ്ങൾ കാണില്ലല്ലോ അല്ലേ, നിങ്ങൾ ഭയങ്കര നമ്മൾ ചെല്ലുന്നു, നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അവിടെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. നമ്മൾ പഠിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു, അത് തെറ്റല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു, കയറുന്നു. വേറൊന്നും നമുക്ക് വിഷയമല്ല. കാരണം ഇത് ഈ 3 പേരല്ലല്ലോ കാണുന്നത്. അവരുടെ മുന്നിൽ പെർഫോം ചെയ്ത് കാണിക്കുമ്പം അവരാണ് നമ്മളെ നിലനിർത്തുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. നിങ്ങളുടെ കോമഡി കണ്ടപ്പോ ജഗതി ചേട്ടനും ദിലീപും കൂടെ അനുരാഗ് കൊട്ടാരം എന്ന് പറയുന്ന വിനയൻ സാറിന്റെ സിനിമ AK സാഹിബ് സാറിന്റെ സ്ക്രിപ്റ്റ് ആണ്. അതിനകത്തൊരു അസാധ്യ സാധനം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഫ്രോഡുകളാ, പക്ഷെ ഈ മറ്റേ ഫ്രോഡാണ് കൂടിയ ഫ്രോഡ്, ജഗതി ചേട്ടന്റെ ക്യാരക്ടർ. അപ്പോ ഈ കണ്ടിട്ടില്ലാത്ത മട്ട് പൈസ അടിച്ചോണ്ട് പോയിട്ട് നീങ്ക ആര് എന്ന് ചോദിക്കും. അപ്പൊ എന്നോട് അപ്പാ നീങ്ക ഇത്ര നാൾ എങ്ക പോയിരുന്നപ്പാ എന്ന് ചോദിക്കും. അപ്പൊ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്, നിന്റെ അമ്മയുടെ കൂടെ വിളയാട്ടൊക്കെ പോയാച്ചെന്ന് പറയും. അപ്പൊ ഉടനെ കൗണ്ടർ വരുന്നുണ്ട്, നന്നായി വിളയാടി. ഇതിങ്ങനെ പോകുന്നുണ്ട്. അവസാനം ഈ വയറക്കേരി പിടിക്കുമ്പോ ഉദരത്തെ പിടിക്കുന്നത് ഞാനൊരു ഉദരജീവിയാണ്, കങ്കാരുണോ അല്ല കോൺഗ്രസ് ആണ്. സ്പോണ്ടേനിയസ് ആയിട്ട് അത് എത്ര സമയമുണ്ട് ഒറ്റ സീനില് ഒരു ക്യാമറ വെച്ചിട്ട്, കൗണ്ടറൊന്നും ഇല്ല,
ഒറ്റ ക്യാമറ വെച്ചിട്ട് ഒറ്റ ഷോട്ടിൽ ചെയ്തിരിക്കുന്ന സാധനമാണ്. നിങ്ങളുടെ ആ കോപം കൊണ്ട് കണ്ടുപോകണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ഇങ്ങനെയാണ്. അതിനകത്ത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് മാറ്റിക്കളയാൻ ഒരു സാധനമില്ല. അത്രയും നല്ല സ്ക്രിപ്റ്റ് വർക്കും കൂടെയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ എന്ന് മുതലാണ് ഇത് യോജിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ? നമ്മൾ സ്റ്റേജ് ഷോ ഒക്കെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലവേഴ്സിൽ കുറെ ഞങ്ങൾ ആ ഒരു ടീമുണ്ടായിരുന്നു. പണ്ട് ഏഷ്യാനെറ്റിൽ ചെയ്തുകൊണ്ട് സജി സബാന കപ്പ്യാരെന്ന് പറയുന്നൊരു വേഷം ചെയ്ത് അയാളും ഞങ്ങളുടെ ഒരു ടീമായിരുന്നു. അവർ ഏഷ്യാനെറ്റിലോട്ട് പോയി, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. ഈ ബേസിക്കലി എന്തൊക്കെയാ പഠിച്ചത്? ഇപ്പൊ മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലേ? 4 വർഷം മ്യൂസിക് പഠിച്ചു അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നു. ശരിക്കും മ്യൂസിക് പഠിച്ചിട്ട് ഇതുവരെ പാടി കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ പാടിക്കും. അപ്പൊ ഇവിടുന്ന് എന്നെ അടിക്കാനാണോ? എന്റെ പാട്ട് കേട്ടാൽ തല്ലു തരുമോ? അതുകൊണ്ടാ ഈ പറയുമ്പോ ഈ സ്റ്റേജിലൊക്കെ അത്യാവശ്യം പെർഫോം ചെയ്യുമ്പോൾ പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട് പണ്ടൊക്കെ. ഇപ്പോഴും നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഈ ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് പാളലുണ്ടാവില്ല. പാളിയാൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവില്ല. സ്റ്റേജ് ഷോയ്ക്ക് കുറെ അത് തിരുവനന്തപുരത്തുള്ളൊരു സമിതിയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പം ചുമ്മാ ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നീ സ്റ്റേജ് സെക്രട്ടറി കേട്ടോ, സ്റ്റേജ് മാനേജർ ഇന്ന് മുതൽ എന്നൊക്കെ പറയുമ്പം അവർ നമ്മൾ വരുന്ന സമയമില്ല, നമ്മൾ ഞെളിഞ്ഞൊക്കെ നിന്നും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊക്കെ ഇച്ചിരി ഗമ എടുത്തിട്ട് അവരൊക്കെ സൗകര്യമുള്ളപ്പോഴേ വരൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവർ വരാത്തിടത്തോളം ഇവിടെ ടെൻഷനാണ്. ആൾക്കാർ വന്ന് എത്തിയോ ഇല്ല, അപ്പം അവർക്ക് കുഴപ്പമില്ല, ഇവിടെ നിൽക്കുന്ന നമുക്ക് ടെൻഷൻ. അപ്പോൾ ഇടയ്ക്ക് വെഞ്ഞാറമ്പൂട്ടിലൊരു സ്റ്റേജിൽ കുറേ നമ്മളെ കൂട്ടുകാർ തന്നെ വന്ന് വെച്ചാൽ എടാ പുള്ളി വന്നോ? ഇല്ല വരും, ഇപ്പോൾ വരാം. കുറച്ച് നേരം കഴിഞ്ഞ് വേറൊരു കമ്മിറ്റിക്കാരൻ വന്നിട്ട് സ്റ്റേജ് സെക്രട്ടറി ആരാ? ഞാനാ അച്ഛനാ പുള്ളിക്കാരൻ വന്നത്. അതെ പിന്നെ ഇത്ര സമയത്തിന് തുടങ്ങണം, അതുകൊണ്ട് കേട്ടോ. ഓ ഇപ്പോൾ വരും. കുറച്ച് കഴിഞ്ഞ് മറ്റേ പഴയ കൂട്ടുകാർ വന്ന് ഡേയ് വന്നാ? ടോൺ മാറി. അവൻ ഇല്ലല്ലേ ഇപ്പോൾ വരുമോ? ഇവന്മാർ മാറി. അമ്മമാരുടെ അനിയന്മാർ വന്നു, എല്ലാം ജിംനേഷ്യത്തിലൊക്കെ പോയി ഇങ്ങിരിക്കുന്നു കുറേ. സ്റ്റേജ് സെക്രട്ടറി ആരാ? ഞാനാ. ഒറ്റ അടിയാണ് ചെറ്റയുണ്ട് സാറില്ല, അതും പൊളിച്ചുകൊണ്ട് വെറുതെ കണ്ടെത്തി വീണു. ശരിക്കും എഴുന്നേക്കണമെന്നുണ്ട്, പക്ഷേ എഴുന്നേറ്റ് അടുത്തടി കിട്ടും, അവിടെ കിടന്നു. അവർ വിചാരിച്ച് അത്തെന്ന് വിചാരിച്ച് അവർ പോയി. അതൊരു വലിയൊരു ദൂരത്തിന് പോവാം. കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാം പൊളിഞ്ഞ് കൊട്ടയിൽ കയറി. അപ്പം പകുതിക്ക് വെച്ച് നിർത്തിച്ച് പ്രോഗ്രാം കൊള്ളൂലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം വാരി കെട്ടിക്കൊണ്ട് പോവാ. ബോക്സ് 85 കിലോയാണ്. അത് ചുമന്ന് മലയുടെ മേളിൽ കയറ്റി ഞാൻ, കാരണം അടി മേടിക്കാനൊക്കെ നല്ലത്. പിന്നെ ഓരോ ആൾക്കാരൊക്കെ മറ്റേ കർപ്പൂരം കത്തിച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ലയോ, അതുപോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതുപോലുള്ളൊരു അവസ്ഥ. കാരണം ഇങ്ങനെ സാധനം എടുത്തോണ്ടിരിക്കുന്നുണ്ട്, വാ ചായ കുടി മോനെ. ഓ ശരി, ഏതാ ചായ ഉണ്ട്? എന്തേലും ചായ കുടിക്കാൻ തുടങ്ങിയ നാണമില്ലൂടാ ഇങ്ങനെ വല്ലവൻ്റെ ഈ അനത്ത വെള്ളം മേടിച്ച് കുടിക്കാൻ ഒരു പരിപാടി കൊണ്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ജോലി ജീവിക്കടാ, ചായ കുടിക്കാനൊക്കെ കളയാനൊക്കെ കളഞ്ഞാൽ അവനടിക്കും. ചെകുത്താനും കടലിലും നടക്കുന്ന അതുപോലുള്ള കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ കിറ്റുകളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം സ്കൂളുകളുടെ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വലിയ താല്പര്യമില്ല. ഞാൻ ഫാദറിന് ഇപ്പോഴും ഉണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ പറഞ്ഞ് ഈ കോമാളിത്തരം കാണിച്ച് നടക്കാതെ നീ ഇതിലൂടെ പോകണം എന്നും പറഞ്ഞാണ് എന്നെ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഫേമസ് ആയിട്ടുള്ള ആൾ, അനീഷ് കുറിയൻ വരുന്നത്. പുള്ളിക്കാരൻ ഈ സമീപത്തുള്ള എവിടെയെങ്കിലും അമ്പലങ്ങളിൽ നാടകക്കാർ താമസിക്കുമോ മിക്സ് താമസിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പോകും. എന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ വണ്ടിയെ തന്നെ വീട്ടിൽ വരും. വീട്ടിൽ അറിയാൻ പറ്റത്തില്ല. ഞാൻ ഈ സീസൺ സമയമായി കഴിഞ്ഞാൽ ഞാൻ കിടക്കുന്ന മുറിയുടെ ഒരു ഗ്ലാസ് തുറന്നിട്ടേക്കും, അവിടെ ഒരു വടി ഇരിപ്പുണ്ട്. ഒരു ജുബയും മുണ്ടും മടക്കി കവറിനകത്തിട്ട് അലമാരിക്കകത്ത് വരുമ്പോൾ ഇതിങ്ങനെ വരും. ഇവന് ഈ ജനലിങ്ങനെ തുറന്നിട്ട് കമ്പിട്ട് ഇങ്ങനെ കുത്തും. ചോദ്യമില്ല, പറച്ചിലൊന്നുമില്ല. ഇതെടുത്ത് കക്ഷത്തി വെക്കും, കഥ തുറക്കും, പുതുക്കി ഇറങ്ങി. എവിടെയും പരിപാടിയായിരിക്കും. അന്ന് പരിപാടിക്ക് പരിപ്പോടെയോ കട്ടൻ കാപ്പിയോ ഒക്കെ കിട്ടിയാൽ കിട്ടി, ആ ഒരു ഇതിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു പരിപാടിക്ക് ഇങ്ങനെ പോയപ്പം ഞങ്ങളുടെ ഫാദറിന് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര പേടിയാവില്ല. ഞാൻ എൻട്രി ആയി, സ്കിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻട്രി ആയി ഡയലോഗ് പറയാൻ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ഫാദർ ഫ്രണ്ടിൽ വടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഈ ഡയലോഗ് പറയാൻ ഇറങ്ങി പുറകെ കൂടെ ഓടി. ആ സ്കിറ്റ് എങ്ങനെയായി തീർന്നു പോലും ഇപ്പോഴും നമുക്കില്ല. അങ്ങനെ മറ്റേ മാല പണയം വെപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ കഥയുണ്ട്. പുള്ളി അങ്ങനെ എടുക്കാനുണ്ട്, ഇരിക്കട്ടെ മാലക്കഥ പറയട്ടെ. അത് ഇതുപോലെ തന്നെ അനീഷും ഞങ്ങളെല്ലാം കൂടെ ആറാട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിലെ പരിപാടി പെരുന്നാൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ പരിപാടി നടക്കും, വൻപിച്ച ടീമാകാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ യേശുദാസിനെയൊക്കെ വെച്ച് ഭക്തിഗാനമൊക്കെ വെച്ച് അനിൽ എന്ന് പറഞ്ഞുകൊണ്ട് സംഗീത സംവിധായകൻ, പുള്ളിന്ന് ഗാനമേള പാടുന്ന സമയമാണ്. അപ്പോൾ ആറാട്ടുപുഴ പള്ളിയിൽ ഇവൻ്റെ ഒരു അനീഷിൻ്റെ ഒരു കൂട്ടുകാരൻ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര പരിപാടിക്കാരാന്ന് പറഞ്ഞ് ഓർക്കസ്ട്ര കൊല്ലത്തു നിന്നാണ് വരുന്നത്. അനിൽ മാത്രമേ പാടാനുള്ളൂ, ഞങ്ങൾ 3 പേര് മിമിക്രിക്കാർ. അന്ന് ഇറങ്ങിയിട്ടില്ല, മിമിക്സും ഗാനമേളയും കൂടെ ഇറങ്ങിയിട്ടില്ല, ഒരുമിച്ചായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട്
ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയിലാണ് ഇവിടെ ആറാട്ട് വിളിച്ചിരുന്നത്. 7 മണിക്ക് വരും, 7:30 പരിപാടി. അപ്പോൾ അന്ന് മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ള സമയമല്ല. അപ്പോൾ ഇവിടുന്ന് 4:30 ആയപ്പോൾ ഞങ്ങളവിടെ ചെന്നു. ബൂത്തിൽ കയറി 1 രൂപ കോയിൻ ഇട്ട് വിളിച്ചവന്ന് അവതാരാന്ന് പറഞ്ഞ് അവർക്ക് അവരുടെ എടുത്തിട്ട് പറഞ്ഞു, സമയം പോയി ചേട്ടാ, ഇവിടെ മഴയായിരുന്നു, സൗണ്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒരു 7:30 എന്നുള്ള ഒരു 9 മണിയാക്കി ഞങ്ങൾ അങ്ങനെ ചെയ്തു. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു, അന്നത്തെ കാലമല്ലേ, പെട്ടെന്ന് പള്ളി സെക്രട്ടറിയുടെ വീട്ടിലോട്ട് അടുത്ത കോയിനിട്ട് വിളിച്ചു പറഞ്ഞു, ചെങ്ങന്നൂർ ഇപ്പോഴത്തെ വണ്ടി ആക്സിഡൻ്റായി, ഒരു 9:30 പരിപാടി. അവർ ചോദിച്ചു അപകടം എന്തെങ്കിലും പറ്റി, ആർക്കൊന്നുമില്ല, 9:30 പരിപാടി, 9:30 10 മണിക്കോ വെച്ചേക്കാം, ഓക്കെ എന്ന് പറഞ്ഞു. 7:30 ആയി, 8:30 ആയി, 9 മണിയായിട്ട് 9:30 ആയിട്ട് ഇവർ വന്നില്ല. ഓർക്കസ്ട്ര വന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഞങ്ങളങ്ങോട്ട് വിളിച്ചവൻ പറഞ്ഞു അന്നേരം പോകുന്നത് അവരെന്ന് പറഞ്ഞു. പിന്നെ ഈ ഇടയ്ക്ക് ബന്ധപ്പെട്ട ഇന്നത്തെ മൊബൈൽ ഫോണൊന്നും ഇല്ല. പക്ഷേ 11:30 ആയിട്ട് ഇവർ വരാഞ്ഞപ്പം ഞങ്ങൾ ഈ ഓട്ടോക്കാരനെ വിളിച്ച് പള്ളിയിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഈ സൗണ്ടും എല്ലാം നിർത്തി, വയറും ഒക്കെ ചുറ്റി, ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിരിക്കും. അപ്പോൾ ഞാനിഷ്ടം പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പറ്റാം. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണ് ട്രസ്റ്റി, പുള്ളിയെ കണ്ടിട്ട് ഞാൻ വരത്തുള്ളൂ, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. ഈ ട്രസ്റ്റിയുടെ വീട്ടിൽ ചെന്ന് കയറുന്നതേ ഓർമ്മയുള്ളൂ. ചുറ്റിനും ആൾക്കാരും എല്ലാം കൂടെ ആയി, പ്രശ്നമായി. ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളിയുടെ ഒരു അമ്മാവനും ആരാണ്ട ചെങ്ങന്നൂർ SI പുള്ളിയെ വിളിച്ചു, അവിടെ ഒരു ആക്സിഡൻ്റ് നടന്നിട്ടില്ല. ലാസ്റ്റ് എടുത്തും വന്ന് സമാധാനിപ്പിച്ചെന്നോട് പറഞ്ഞ് എല്ലാവരും വണ്ടിയൊക്കെ കയറി, കുഴപ്പമില്ല. എന്നിട്ട് ആറാട്ടുപുഴ ജംഗ്ഷനിൽ ഒരു ഹോട്ടലിൽ കൊണ്ട് ചെന്ന് ഒന്നും പറയുന്നില്ല, ഇല അങ്ങ് ഇട്ടു, ചോറ്, മീൻ, ഇറച്ചി എല്ലാം കൂടെ എടുക്കാനായിട്ട് വെച്ചിട്ട് പറഞ്ഞു ആഹാരം കഴിക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു ടൂറിലെ തൊട്ട് ഇങ്ങനെ കഴിക്കാൻ ഇവിടുത്തെ പറയും, 3-4 ചീത്ത വിളിച്ചിട്ട് പറയാം, 27 പേർക്കുള്ള ഭക്ഷണം ഒരു തരി കളഞ്ഞേക്കല്ല, ഇത് കഴിക്കാൻ പറ്റുമോ, കഴിക്കാതിരിക്കാൻ പറ്റും. ലാസ്റ്റ് അവർക്ക് നഷ്ടപരിഹാരം വേണം. അപ്പോൾ ഞങ്ങൾ നാളെ തരാമെന്ന് പറഞ്ഞ് പോകാമെന്ന്. പക്ഷേ ഇന്ന് രാത്രി, അന്നത്തെ കാലത്ത് 10,000 രൂപ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പരിപാടിക്ക് 150 രൂപയേ ഉള്ളൂ, 10,000 രൂപ ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴുത്തൊരു മാല ഇതുപോലെ കിടപ്പുണ്ട്, അന്നത്തെ ചെറിയൊരു മാല. ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോഴേ ഇത് ഊരി പോക്കറ്റിലും കിട്ടും. എന്നിട്ട് ഈ അനീഷും ആനലും കൂടെ നാട്ടിൽ പോയി എങ്ങനെയും കുറച്ച് പൈസ സംഘടിപ്പിക്കാനായിട്ട് പോയിട്ട് വന്നപ്പം ഞങ്ങളുടെ അന്നത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, ടെലിക്കാശിയും പുള്ളി എന്നെ അടിക്ക് വന്നിട്ടില്ല, TK രാമേന്ദ്രൻ എന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര പേരാ, അഞ്ഞൂർ സാറെന്ന് പറഞ്ഞു. പുള്ളിയെ വിളിച്ചുകൊണ്ടാണ് തിരിച്ചു വരും. തിരിച്ചുകൊണ്ട് വന്ന് അപ്പോൾ പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി, നമ്മൾ എവിടെ നിന്നാലും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവും. അപ്പോൾ ഇങ്ങനെ ചെന്നിട്ട് എന്താ പറഞ്ഞാൽ ഞാൻ മാല പോക്കറ്റിട്ട്, അപ്പം കുറച്ച് പൈസ ഉണ്ട് ഇവരുടെ. പുള്ളി ഒരു പ്രത്യേക ശബ്ദമാണ്, ഞാൻ വിവരിക്കുന്നില്ല. അതിൽ സ്വർണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു ഇവൻ്റെ കഴുത്തെ മാലയുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കഴുത്തിലൊന്നുമില്ല. അപ്പം എന്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിൻ്റെ കെയർ ഓഫ് ആണെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ് മാല എടുത്തു കൊടുത്തു. പുള്ളി ചെന്നിട്ട് സെക്രട്ടറി ചോദിച്ചു സ്വർണ്ണം എടുക്കുമോ, പൈസ ഭയങ്കര ഗാംഭീര്യമുള്ള മനുഷ്യനുണ്ട്, സ്വർണ്ണം എടുക്കുമോ, ശബ്ദം അത്ര കുറച്ച് ക്യാഷ്, ബാക്കി സ്വർണ്ണം, കുറച്ച് സ്വർണ്ണം എടുക്കുമോ എന്ന് പറഞ്ഞു. സ്വർണ്ണം എടുക്കാം. പുള്ളി പറഞ്ഞു അന്ന് സ്വർണ്ണത്തിന് വില കുറവല്ലേ, ഇത് ഒരു 2,000 രൂപയുണ്ട്, ബാക്കി സ്വർണ്ണം എത്ര ഉണ്ട്. പുള്ളി മാല ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഏകദേശം ഒരു 3/4 പവൻ കാണും. ഇവരൊരു 3-4 ജീവിതത്തെ വിളിച്ച് പുള്ളിയെ ഓടിച്ചു വിട്ടു. ഞങ്ങൾ പിന്നെ അവിടെ ഇരിക്കുക. ലാസ്റ്റ് ഇവിടെ നിന്നൊക്കെ കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഇതിൻ്റെ മാലയും കൊടുത്ത് രക്ഷപ്പെട്ടു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മാല തിരക്കുമോ വീട്ടിൽ. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ ഒരു കൊച്ചാണ്ടായിരുന്നു, ഇവൻ്റെ അനീഷിൻ്റെ ഒരു വാച്ചുണ്ട്, വെസ്റ്ററിൻ്റെ ഒരു വാച്ച് മേടിച്ച് അത് പണയം വെച്ച് പുള്ളിയുടെ 200 രൂപയും മേടിച്ചുകൊണ്ട് ഞാൻ പോയി ഈ മാല എടുത്തു. അപ്പോൾ ഈ വാച്ച് 200 രൂപയ്ക്ക് പുള്ളിക്ക് പണയം വെച്ചിരിക്കുക. അന്നത്തെ കാലത്ത് വെസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയുടെ 9 രൂപ 10 രൂപ ഉള്ള ഈ പുള്ളിക്കാരൻ ഒരു ദിവസം വീട്ടിൽ കയറി വരുന്നു. അവർ പൈസ മേടിച്ച് പറയാൻ ചേട്ടാ പറയില്ല, ഓനെ ഞാൻ പറയത്തില്ല, കിണി വന്ന് വാച്ചാ കേട്ടോ, ഗോൾഡൻ കളറൊക്കെ ഉള്ളത്. ഞാൻ അത് കെട്ടിക്കൊണ്ടാ പെങ്ങളുടെ വീട്ടിലൊക്കെ, പെങ്ങളുടെ മോടെ കല്യാണത്തിന് പോയി. അവൻ ഞാൻ എന്നെ ചേട്ടന് കൊണ്ടാവല്ലോ. പക്ഷേ ഒരു അബദ്ധം പറ്റി പോനെ, തിരിച്ചു ഒരു വാച്ചില്ല. പിന്നെ ഇവന് വാച്ച് കൊടുത്തു കൊടുക്കണ്ടേ. ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരന് മുങ്ങി ആകെ പ്രശ്നമായി. പിന്നെ എപ്പോഴൊക്കെയോ പണ്ട് പരിപാടികളൊക്കെ ചെയ്ത കടമൊക്കെ വീട്ടിൽ ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിട്ട് ബമ്പറടിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്. അത് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരുടെയും ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടാൽ ഒരു ഗൗരവ സ്വഭാവമുള്ള 2 മനുഷ്യർ, പക്ഷെ വരുന്ന സാധനം എന്ന് പറയുന്നത് രസമുള്ള ഫ്ലോയിലുള്ള കോമഡി. ശരണി എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടനെ കണ്ടാലേ ചിരി വരുന്നു, അത്രയ്ക്ക് വൃത്തികേടായിരിക്കും വിചാരിച്ചേ. അതെന്താണെന്നറിയോ, ഈ നിരന്തരമായി നമ്മൾ കണ്ടേ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിരിക്കുന്ന ഒരു പരുവത്തിലേക്ക് ആക്കി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ കറക്റ്റ്. അല്ല, ഞാൻ ആദ്യം മനോരമ വരുമ്പോൾ മേക്കപ്പ് റൂമിൽ വന്നിട്ടേ, ഇപ്പൊ ഈ പുതിയ മേക്കപ്പ് കാരൊക്കെ അപ്പൊ ഞാൻ എന്തൊക്കെ വെച്ചിട്ടിപ്പം ഇപ്പോഴാണ് അവർ പറയുന്നത്. ഞാൻ വിളിക്കണം ഈ പുള്ളി എങ്ങനെ കോമഡി ചെയ്യാനാ,
ആചാനുഭാവവും സൈസും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഗൗരവക്കാരനാണ് മിക്കവരുടെയും മനസ്സിലിരിപ്പ്. ഞങ്ങൾ പക്ഷേ മലയാള സിനിമയിൽ ഗൗരവക്കാരായിട്ടുള്ള എല്ലാവരും കോമഡി ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. നിങ്ങളും ഇപ്പോൾ അതേ ഗൗരവക്കാരായിരുന്നാലും സക്സസ് ആവും, കോമഡി ചെയ്താലും സക്സസ്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടം വില്ലൻ റോൾ ചെയ്യാൻ. പക്ഷേ ഇതൊരു കിട്ടിയിട്ടില്ല. അല്ല, അത് കിട്ടും. അല്ല, നിങ്ങളിപ്പോ ഓൾറെഡി തന്നെ ആൾക്കാരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഇനി അത് ശരിക്കും പ്രൊജക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് സംഭവം നടന്നാൽ മതി. അതുവരെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും ഫേമസ് ആണ്. സത്യം പറഞ്ഞ വീട്ടില് നിങ്ങളെ കുറിച്ച് വൈഫ് പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കഴിഞ്ഞിട്ട് പെർഫോമൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അധികം സംസാരിക്കില്ല, പെർഫോമൻസിന് മുമ്പിലും ഒന്നും വലിയ വർത്താനില്ല. പക്ഷെ സ്റ്റേജിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ രണ്ടും പൊളിക്കും. ഭയങ്കര ഒരു വീട്ടിലുള്ള ശീലം ഒന്നും മിണ്ടാനൊക്കത്തില്ല. അതുകൊണ്ടാണെന്ന് ഇതേപോലെ. പക്ഷെ സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറയാമെന്നുള്ള അവിടെ വിളിച്ചിട്ട് സ്വാതന്ത്ര്യം. എനിക്ക് ആ ഡോക്ടറായിട്ട് വരുന്ന സ്ഥലത്ത് ഒരു സാധനം പറയുന്നുണ്ട്, കുളിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം എടുക്കുമെന്ന് ചോദിക്കും. ഈ കണ്ണിന്ന് ഒരു 2-3 തുള്ളി എടുത്താൽ എന്താവാനാണ്, പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുമോ എന്ന് പറയും. ഇങ്ങനത്തെ അതിന്റെ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭാഷയുടെ കാര്യത്തില് നിങ്ങൾ പ്രയോഗിക്കുന്ന സമയത്ത് ആശാന്റെ വീണപൂ വെച്ചിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്. ആ പുഷ്പമേ പദത്തിലെത്ര, അതിന് രണ്ടാമത്തത് പറഞ്ഞിട്ട് പോയാ മതി എന്ന് പറയില്ലേ. ലാളിച്ചു പറ്റില്ലത് അൻപുട് ശൈശവത്തിൽ. അതാണ് പറഞ്ഞു ഹാ പുഷ്പമേ എന്ന് പറഞ്ഞാൽ അല്ലയോ പുഷ്പമേ ലാളിച്ച് പറ്റില്ലത് അൻപൊട് ശൈശവത്തിൽ. അതിന്റെ അർത്ഥം അറിയാവോ? ആ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അതെന്ന് പറഞ്ഞാൽ ഹാ പുഷ്പമേ, അതല്ലയോ പുഷ്പമേ, അതല്ലല്ലോ ചോദ്യം. അതെന്ന് പറഞ്ഞാൽ അല്ല, ഈ ലാളിച്ച് പറ്റില്ല അതെന്ന് പറഞ്ഞാൽ എന്റെ മോനോട് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ആണോ? അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ലാളിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവാ? ലാളിച്ചു എന്ന് പറഞ്ഞാൽ ഓമനിച്ചു. പെറ്റു ലത. ആര് പെറ്റു? ലത. അൻപുടു ആ പുല്ല് അങ്ങോട്ട് മാറിക്കിടക്കട്ടെ ശൈശവത്തിൽ. അതായത് ലാളിച്ച് വളർത്തിയ ലത ശൈശവത്തിലെ പെറ്റു. വീട്ടുകാർക്കൊക്കെ നാണക്കേടായി. പിന്നെ കാരണക്കാരാണെന്നറിയോ? കാരണക്കാരാണെന്നറിയോ? നമ്മൾ മുമ്പ് മാറ്റി നിർത്തിയില്ലയോ? അൻപുടു. അവനെ കൊല്ലണോ? അവനെ കൊല്ലണം. അയ്യോ, കഷ്ടമായി പോയി. അല്ല, സത്യത്തിൽ ഈ അൻപുടു തന്നെയാണോ അതിന് കാരണം? അൻപുടു അല്ല കാരണക്കാരൻ. അതിന്റെ കാരണക്കാരൻ മൊത്തം പിഞ്ഞാന. മനസ്സിലായോ? ഹാ പുഷ്പമേ എന്ന് പറയുമ്പോ ഹാ പുഷ്പമേ എന്നൊക്കെ പറയണമെങ്കിൽ ഏതെങ്കിലും ശവനാറ് പൂവായിരിക്കും. അതാ ടോണിൽ പിടിച്ച പുഷ്പമേ. അത് ഹാ പുഷ്പമേ പുള്ളി അതിന്റെ ഭംഗിയാണ് പാടിയേക്കുമ്പോ പറഞ്ഞേക്കുന്നത്. നമ്മളത് ഹാ പുഷ്പമേ അത്ര വൃത്തികെട്ട പുഷ്പമായിരിക്കും. അതാ എന്നുള്ളത് ഒറ്റ സാധനത്തില്. അതൊക്കെ ഇംപ്രൂവൈസേഷന്റെ ഭാഗമായിരിക്കും അല്ലേ? ഓ, അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ആശാന്റെ കവിതയെ വരെ നമുക്ക് കോമഡി സ്കിറ്റ് ആക്കാൻ പറ്റും. അതായത് സ്കില്ലുണ്ടെങ്കിൽ നമുക്കിത് കഴിയുമെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഇപ്പൊ ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ കോമഡിയിൽ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ ചിരി ഉണർത്താൻ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഈ റെസ്ട്രിക്ഷൻസിനെ ഒക്കെ നിങ്ങൾ മറികടന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാ ചെയ്യും. കാരണം ഇപ്പം നിറത്തെ കളിയാക്കാൻ പാടില്ല, അപജയങ്ങളെ കളിയാക്കാൻ പാടില്ല, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. 78 വയസ്സ് തികഞ്ഞൊരു കിഴവ ബ്രാഹ്മണൻ അത പോകുന്നു, കൊടുവയിൽ തട്ടി ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മരല് കുറിക്കാം, കുഞ്ചൻ നമ്പ്യാർ എഴുതി വെച്ചേക്കുന്ന സാധനമാണ്. ഒരു ബ്രാഹ്മണനും എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. കഷണ്ടിയെ കളിയാ അങ്ങനെ ആരും വന്നിട്ടില്ല. അന്നത്തെ കാലത്ത് തമാശ ആസ്വദിക്കുക എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇന്നതല്ല, ചുമ്മാ ആവശ്യമില്ലാതെ ചുമ്മാ കയറിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സമൂഹത്തിന് തമാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നിട്ട് നിങ്ങൾ ചിരി ഉണ്ടാക്കുന്നുണ്ട്. അതെ, അത് ഭയങ്കര എഡിറ്റ് ചെയ്ത് നമ്മളിപ്പം ഇത്രയും സ്ട്രെയിൻ എടുത്ത് നമ്മൾ ചെയ്തിട്ടും ചില ആൾക്കാർ വന്ന് പറഞ്ഞത് മറ്റേതിനകത്ത് വളരെ മോശം കമന്റ് ആകട്ടോ, തള്ളക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. വേറെ വല്ല പണിക്കും പോയി. അതെ, ക്രൈസിസ് വേറൊന്നും കൂടെ ഉണ്ട്. ഡിജിറ്റലാണ് ഇത്. ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ കളിക്കാൻ പറ്റില്ല. ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. അത് ഭയങ്കര ഒരു ക്രൈസിസ് അല്ലേ? കുത്തിയിരുന്ന് ചെയ്യേണ്ട ഈ സാധനങ്ങളൊക്കെ. ഒരു പ്രാവശ്യം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടാമത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏക്കൂല, അത് മൊത്തം ആൾക്കാരെ കാണുകയല്ലേ. പക്ഷേ അമേരിക്കയിൽ പ്രോഗ്രാമിന് 1.5 മാസം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ 1.5 മാസവും ബാക്കി സ്കിറ്റുകളൊന്നും ഇല്ല, ഗോപം കൊണ്ട് കളിച്ചാൽ മതി എന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഞങ്ങൾക്ക് ഗോപം കൊണ്ട് ഇപ്പോഴും ഞാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു 3-4 പ്രാവശ്യം ഗോപം കൊണ്ട കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണുകയാണെന്ന് അറിഞ്ഞപ്പോ വീണ്ടും 2 പ്രാവശ്യം ഗോപം കൊണ്ട കണ്ടു. മനസ്സിലായോ? ഭയങ്കര രസമാട്ടോ. അതിങ്ങനെ ഫ്ലോ ഇല്ല. അതിപ്പോഴും പല സ്റ്റേജിലും നമ്മൾ പുതിയ സ്കിറ്റ് കളിക്കാന്ന് പറയുമ്പോൾ വേണ്ട, ഗോപം കൊണ്ട് വേണം എന്ന് പറഞ്ഞ ടൈമിങ്. നിങ്ങൾ പണിയെടുത്താൽ ഗുണപ്പെടും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കോമഡിയെ കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇപ്പൊ വീക്കെൻഡിനെ കുറിച്ചും സഞ്ജയനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം വായനയൊക്കെ ഉള്ള ആളാണ്. ഉണ്ടായിരുന്നു.
ആ കാലമൊക്കെ ഒന്ന് പറയൂ, പഴയ കാലഘട്ടത്തില്. വീട്ടിൽ വലിയ വലിയ വിദ്യാഭ്യാസം ഉള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അവരെല്ലാവരും സ്കൂൾ ഫസ്റ്റ്, ജില്ലാതലത്തിലെ ഫസ്റ്റ്, അതായത് SSLC ചെല്ലുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അങ്ങോട്ട് ഫസ്റ്റിൽ അങ്ങോട്ട് നല്ല അന്തസ്സായിട്ട് അങ്ങ് പോയിട്ട് SSLC. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ചുമ്മാ അതിലേക്ക് വായി നോക്കി നടന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ കൂട്ടുകാരെല്ലാം ഇതുപോലെ ബുക്സൊക്കെ വായിക്കുന്ന കൂട്ടുകാർ. അപ്പോൾ അവരുടെ കൂടെ ചെന്നിരിക്കുമ്പം എനിക്ക് പാട്ട് പാടുക എന്നൊരു പ്ലസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ കൂടെ ചെന്നിരിക്കുമ്പം എനിക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ല. അങ്ങനെ കുറേ നാൾ ചമ്മി ഇരുന്നതിന് ശേഷം അവരുടെ കൂടെ കൂടി അന്നേരം കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ കുറേ നോവലുകളും അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ സാധനവും വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച അതുകൊണ്ടൊരു ഗുണമുണ്ടായി. SSLC പാസ്സായി. ഓ, അത് കൊള്ളാലോ. എന്നിട്ട് പിന്നെ വായന പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല? ഇല്ല. പിന്നെ സംഗീത കോളേജിലേക്ക് പോയി. സംഗീത കോളേജിലേക്ക് പോയിട്ട് അവിടെ ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും നഗരത്തിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ അത് കണ്ട അന്താളം വല്ലാതായിപ്പോയി നമ്മൾ. തിരുവനന്തപുരം മ്യൂസിക് കോളേജ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ ആഴ്ചയിലാഴ്ച പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ചുമ്മാ അവിടെ പ്രോഗ്രാം ഇവിടെ പ്രോഗ്രാം. അപ്പം നമ്മൾ ചുമ്മാ 4 പേര് കൂടി മ്യൂസിക് ട്രൂപ്പൊക്കെ തല്ലിക്കൂട്ടി മാട്ട കളിക്കാന്ന് പറയാം. അങ്ങനെ പോയി കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തപ്പം കാശ് കിട്ടി തുടങ്ങി. അപ്പോൾ കോളേജ് എവിടാന്ന് പോലും മറന്നുപോയി. മ്യൂസിക് കിട്ടും. അതെ. പിന്നെ തിരിച്ചു വന്ന് കായംകുളം MSM കോളേജിൽ പഠിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. ഒന്നും പറയണ്ട, ചരിത്രം പഠിച്ച വലിയ പുള്ളിയാണ് ഞാനും ചരിത്രം പഠിച്ചു. ചരിത്രം പഠിക്കുന്നവരൊക്കെ ഇതുവരെ എത്തോളന്നാണ്. ആ രണ്ടുപേരും ചരിത്രം മാറിപ്പോയി. വിനോദേട്ടനാ എങ്ങനെയാ പഠിത്തമൊക്കെ? പ്രീ ഡിഗ്രി മാത്രമേ പോയുള്ളൂ. പിന്നെ ITI ഫീൽഡിലോട്ട് പോയി. റേഡിയോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും ഇലക്ട്രീഷ്യനും അങ്ങനെയുള്ള അത് നമുക്ക് സൗണ്ട് ഉള്ളതുകൊണ്ട് ആ മേഖലയിലേക്ക് വിട്ടു. അല്ലല്ല, സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഞാൻ ITI ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ ഫാദർ ഒരു ദിവസം ITI വന്നപ്പോൾ ഞാനില്ല. അന്ന് മനസ്സിലായി ഡെയിലി സിനിമ കാണാൻ പോക്കാന്ന് മനസ്സിലായി. അന്ന് നിർത്തി. അങ്ങനെ ITI പഠിത്തം നിർത്തി. പിന്നെ സൗണ്ടിൻ്റെ കൂടെ പോകുമായിരുന്നു. ഇങ്ങനെ അത്യാവശ്യം പ്രോഗ്രാമുകൾ ചെയ്യുമായിരുന്നു വീട്ടിൽ അറിയാതെ. സ്റ്റേജ് സ്കിറ്റുകളായിരുന്നു രണ്ടുപേരുടെ. അത് ഇപ്പം ബമ്പർ ചിരി പോലെ ഞാനും അനീഷും കൂടെ ഉള്ള 2 പേരുടെ സ്കിറ്റ്. ഗൾഫിൽ ഭയങ്കര സൗണ്ട് നടക്കും, സിബി എന്ന് പറഞ്ഞ. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ബോർഡൊക്കെ വെച്ച് പോകുന്ന മിമിക്രിക്കാർ കുറവാണ്. വലിയ ട്രൂപ്പുകളുള്ളൂ. ഞങ്ങളുടെ ഉടനെ അനിലെന്ന് പറഞ്ഞതിൻ്റെ അരുണോദയം എന്ന് പറഞ്ഞ അംബാസഡർകാരുടെ ഞങ്ങൾ തന്നെ ബോർഡൊക്കെ എഴുതി വെച്ച് കടയിൽ ലൈറ്റൊക്കെ ഉണ്ട്. അതിന് 2 ലൈറ്റും സ്വിച്ച് ബോർഡും ഒക്കെ എടുത്തുകൊണ്ട് പരിപാടിക്ക് പോകണത്. വലിയ പരിപാടിക്കാരുടെ കൂട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുമായിരുന്നു. പിന്നെ അതങ്ങ് നിന്നു. വീട്ടിലെ പ്രാരാബ്ദവും കാരണങ്ങളും കൊണ്ട് ഞാൻ പരിപാടി നിർത്തിയായിരുന്നു. 2-3 കൂട്ടുകാർ ഇതുപോലെ പറഞ്ഞു നമുക്ക് ചാനലിൽ പ്രോഗ്രാം ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് പറ്റത്തില്ല. ഞങ്ങളുടെ ആഗ്രഹമാണ്, നീ കാരണം ഞങ്ങളെ കൂടെ ജസ്റ്റ് അവിടെ വരെ പോകുന്നു, നമ്മൾ പെർഫോം ചെയ്യുന്നു, അവർ ഔട്ടാക്കുന്നു, നമ്മൾ പോരുന്നു. ചെന്നു. പക്ഷേ അത് ക്ലിക്കായി. അങ്ങനെ കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ ചെന്നു. അങ്ങനെ ചെന്ന് കോമഡി അവിടെ ചെന്ന് പിന്നെയും ബ്രേക്കായി. നമ്മൾ ആത്മാർത്ഥത കൂടുതലായിരുന്നു. ഒരു ചാനലിൽ നിന്ന് അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് വിളിക്കുന്നുണ്ട്. നമ്മൾ വരാതിരുന്നിരുന്ന് സീസൺ 2-ലാണ് ഞാൻ വരുന്നത്. ഞാൻ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ടീം അല്ലെങ്കിൽ ഞാൻ നിൽക്കത്തില്ല. കുഴപ്പമില്ല, നീ വരാൻ പറഞ്ഞു. വരാൻ വന്നതിൻ്റെ ടീം എഴുതിയിട്ടിരിക്കുന്നത് 1ാമത്തെ പേര് കണ്ടപ്പോഴേ നമ്മൾ തിരിച്ചു പോകാൻ തയ്യാറായി. 1ാമത്തെ പേര് എഴുതിയിരിക്കുന്നത് ഷാജി മാവേലിക്കര. കാരണം ഞങ്ങൾ തമ്മിൽ നേരത്തെ ബന്ധമില്ല ആ സമയത്ത്. അപ്പം ഷാജിനെ ഞാൻ വേറൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങൾ രണ്ട് ടീമിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് നോക്കി, ഞാനും ഇങ്ങനെ നോക്കി. പുള്ളി തിരിഞ്ഞങ്ങ് പോയി, ഞാനും തിരിഞ്ഞങ്ങ് പോയി. അപ്പം ഞാൻ ഭയങ്കര ഗൗരവക്കാരനാണ്, ജാടയാ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാം. പുള്ളിയുടെ കൂടെ ആണെങ്കിൽ ഞാൻ ഇല്ല. ഞാൻ പറഞ്ഞു ടീം ഈ പ്രാവശ്യം ഒന്ന് സെറ്റ് ചെയ്യേ. അവൻ ഇല്ല, പുള്ളിയുടെ ആണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒറ്റ ഷെഡ്യൂൾ, അടുത്ത ഷെഡ്യൂൾ ടീം മാറ്റിയിടാം. ഞാൻ ശരി എന്തെങ്കിലും ആട്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ആ ഡോറ് തുറന്നപ്പോൾ ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ എന്നെ നോക്കി. ഞാൻ നമസ്കാരം, നമസ്കാരം വായിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോട് അങ്ങോട്ട് സിങ്ക് ആകുന്നില്ലേ. ഞാൻ പിന്നെ വേറെ റൂമുണ്ട്, അവിടെ പോയിരിക്കും. പിന്നെ 2-3 ദിവസം ഈ സ്കിറ്റും പ്രാക്ടീസും ഒക്കെ ആയിരുന്നു. എനിക്ക് മനസ്സിലായി പാവ പിടിച്ചൊരു മനുഷ്യനാണ്. പിന്നെ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അടുത്ത വേറെ ടീമാണ്. ഞാൻ വേണ്ട, ഇനി സ്കിറ്റ് കളിക്കുന്നുണ്ട്, ഷാജിമാ ഒരിക്കലും ഇവിടെ കളിക്കുന്നു. അങ്ങനെ കുറച്ചാൾ നമ്മൾ അതൊരു രസകരമായ സമയമായിരുന്നല്ലേ. താങ്ക് യു. അല്ല, രസകരമായ ഒരാളെങ്കിലും നല്ലത് പറഞ്ഞു. അല്ല, അങ്ങനെ നമ്മളെ കുറിച്ചേ അറിയാൻ വയ്യാത്തവരൊക്കെ ഇപ്പം ഞാൻ എന്നെ പറയത്തില്ലേ, കാണുമ്പം ഭയങ്കര ഗൗരവക്കാരനെ പ്രശ്നക്കാരനാണെന്നൊക്കെ പറയും. അതുപോലെ എല്ലാവരെ കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ മരടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ രാവിലെ നടക്കാൻ പോകാം. ഒരാൾ വന്നിട്ട് പുള്ളി കോട്ടയൊക്കെ കിട്ടുന്നുണ്ടോ? പട്ടാളക്കാരനാണ്.